പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് ആരോഗ്യത്തിന് കെടുത്തുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ഒരു ബിഗ്ഗസ്റ്റ് സ്കാം കൂടിക്കാണ്ടത് നമ്മുടെ ക്ലബ്ബിൽ ഒരു പയ്യൻ പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി വന്നു അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആയിട്ടുള്ള പ്രോട്ടീൻ പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒപ്റ്റിമൽ ന്യൂട്രീഷനെ കുറിച്ച് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അയാളൊക്കെ ഉണ്ട്, ഒരു 6700 മാർക്കറ്റ് വില ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് 6000 അത് വിൽക്കാൻ പറ്റും, അയാൾ അത് എനിക്ക് 3000 തരണം. എങ്ങനെ 3000? ഷോക്ക്, എങ്ങനെയാണ് 3000 തരാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചു. നമുക്ക് പറഞ്ഞു അയാളൊക്കെ സർപ്ലസ് അത് സർപ്ലസാ, അതെന്താ സംഭവം എന്നുള്ളത് അതും ചോദിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇയാളൊക്കെ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കത്തെ പ്രോട്ടീൻ പൗഡറുകൾ ഇങ്ങോട്ട് വരിക അത്ര, എങ്ങനെ അമേരിക്കയിൽ നിന്ന് വരിക, എന്നിട്ട് ഇവിടുന്ന് ബോട്ടിൽ ചെയ്തിട്ട് കൊടുക്കുക അത്ര. അപ്പൊ 3000 അയാൾ എനിക്ക് വിൽക്കുന്നത്, അപ്പൊ അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി. കാരണം ഒരു പ്രോട്ടീൻ പൗഡറിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് അല്ലാണ്ട് വേറൊരു വഴിയില്ല. പ്രോട്ടീൻ പൗഡർ മേടിക്കുന്ന ആൾക്കാരൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്യാൻ നടക്കൂല. അതാണ് ഇതുപോലുള്ള കമ്പനികളുടെ വിജയം. അപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡർ മേടിക്കുന്ന ടൈമിൽ ആരോഗ്യം കെടാൻ കാരണം ഇതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നതാണ് ഏറ്റവും